സംഘപരിവാറിന്റെയും ജമാഅത്ത് വാർത്താ ചാനലിന്റെയും നുണപ്രചാരണങ്ങൾക്കെതിരെ വസ്തുതകൾ തുറന്നുകാട്ടി മന്ത്രി പി രാജീവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. MLA ഓഫീസ് വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ MLA-മാർക്ക് പ്രതിമാസം 25,000 രൂപ ഓഫീസ് അലവൻസായി നൽകുന്നു എന്നത് സംഘപരിവാറിന്റെ നുണപ്രചാരണമെന്ന് മന്ത്രി പി രാജീവ്. അങ്ങനെ ഒരു അലവൻസ് MLA-മാർക്ക് ഇല്ലെന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ശമ്പളവും അലവൻസും MLA-മാർക്ക് നൽകുന്ന നാടാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. കർണാടകയിലെ ബുൾഡോസർ രാജിൽ കേരള നേതാക്കളുടെ ഇടപെടലിനെ കർണാടക CPIM എതിർത്തുന്ന വ്യാജവാർത്ത നൽകിയതിനെയും മന്ത്രി വിമർശിച്ചു. വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾ മാപ്പ് പറയണമെന്ന് പി രാജീവ് ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. ഇടതുപക്ഷത്തിനെതിരെ നുണപ്രചാരണങ്ങൾ ആവർത്തിക്കുന്ന സംഘപരിവാറിന്റെയും ജമാഅത്തി വാർത്താ ചാനലിന്റെയും തനിനിറമാണ് മന്ത്രി പി രാജീവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിശദീകരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ എതിരാളി നുണകളാണ് എന്ന് തുടങ്ങുന്ന കുറിപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രചരിക്കുന്ന 2 വ്യാജവാർത്തകളുടെ വസ്തുതകൾ മന്ത്രി തുറന്നുകാട്ടുന്നു. ഒന്നാമത്തേത് MLA ഓഫീസുമായി ബന്ധപ്പെട്ടുയർന്ന വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സംഘപരിവാറിന്റെ ബോധപൂർവമായ ശ്രമം. MLA-മാർക്ക് പ്രതിമാസം 25,000 രൂപ ഓഫീസ് അലവൻസായി ലഭിക്കുന്നുണ്ടെന്നാണ് നുണപ്രചാരണം. എന്നാൽ അങ്ങനെയൊരു അലവൻസ് MLA-മാർക്കില്ലെന്നും ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ശമ്പളവും അലവൻസും MLA-മാർക്ക് നൽകുന്ന നാടുകളിലൊന്നാണ് കേരളമെന്നതുമാണ് വസ്തുത. മാസ അലവൻസും മണ്ഡലം അലവൻസും യാത്രാ അലവൻസും ടെലിഫോൺ അലവൻസും ഇൻഫർമേഷൻ അലവൻസും മറ്റ് അലവൻസുകളും ചേർത്ത് 70,000 രൂപയാണ് ഇവർക്ക് ലഭിക്കുക. ഇതുവച്ചാണ് മണ്ഡലത്തിലെ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കുന്നത്. ചെറിയ സഹായങ്ങൾ ഉറപ്പുവരുത്തുന്നതും ജീവിത ചെലവ് വഹിക്കുന്നതും ഓഫീസ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടു പോകുന്നതുമെല്ലാം ഈ തുകയിലാണെന്ന് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. രണ്ടാമത്തേത് ഇടതുപക്ഷത്തെ ലക്ഷ്യം വെച്ച് നടത്തിയിട്ടുള്ള കുത്തിത്തിരിപ്പ് വാർത്തയാണ്. കർണാടകയിലെ യലഹങ്കയിൽ കോൺഗ്രസ് സർക്കാർ നടത്തിയ ബുൾഡോസർ രാജിനെതിരെ കേരളത്തിലെ CPIM നേതാക്കൾ അവിടെ പോയി പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് കർണാടകയിലെ CPIM അറിയിച്ചുവെന്നാണ് മീഡിയ വൺ വാർത്ത നൽകിയിരുന്നത്. ഇതിനെയും മന്ത്രി പി രാജീവ് പരിഹസിക്കുന്നുണ്ട്. ബുൾഡോസർ രാജ് നടത്തി 300ഓളം കുടുംബങ്ങളെ തെരുവിലിറക്കിവിട്ട കോൺഗ്രസിനെ സംരക്ഷിക്കാൻ ഇത്രയും ഹീനമായി രംഗത്തിറങ്ങാൻ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യം മന്ത്രി ഉയർത്തുന്നുണ്ട്. ആ വാർത്ത നുണയാണെന്ന പ്രസ്താവന CPIM കർണാടക സംസ്ഥാന സെക്രട്ടറി തന്നെ പുറത്തിറക്കിയ സ്ഥിതിക്ക് ഖേദപ്രകടനം നടത്തുകയെന്ന മര്യാദയെങ്കിലും നുണ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ കാണിക്കണമെന്നും മന്ത്രി പി രാജീവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.